ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അന്ന് രാവിലെ തന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇന്ന് എന്താ പരിപാടി എന്ന് വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇന്ന് ഫുൾ ഒരു ക്ലീനിങ് ഡേ ആണ്. ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ നമ്മളെ വീടും പറമ്പും പരിസരവും മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ആദ്യം തന്നെ കുറേ വർഷത്തിന് ശേഷം ഞാനൊരു ചായ ഇട്ട് കുടിക്കാനൊരു ശ്രമം നടത്തി. പക്ഷേ എനിക്കത് കുടിച്ചു തീർക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ കുറച്ച് കുടിച്ച് അപ്പോൾ എനിക്ക് പിന്നെ അത് കളയേണ്ടി വന്നു. അപ്പോൾ തൊണ്ടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഞാൻ ഒരു ചായ കുടിച്ച് നോക്കാം, കുറേ കാലമായല്ലോ ചായ കുടിച്ചിട്ട് വിചാരിച്ച് നോക്കിയതായിരുന്നു. പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്തായാലും നന്നായിട്ടോ. ഇനി വെറുതെ അങ്ങനെ ഒരു ദുശീലം തുടങ്ങണ്ടല്ലോ. ഞാൻ പണ്ടൊരു ചായ അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഫിസിയൊക്കെ ഉണ്ടായതിന് ശേഷം പെട്ടെന്ന് അങ്ങ് നിർത്തിയതാണ് കേട്ടോ ചായ. അപ്പോൾ ചായ നിർത്തിയപ്പം കുറേ കാര്യങ്ങൾ നമ്മളെ ബോഡിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ വഴിയേ പറയാം കേട്ടോ, എന്തൊക്കെ ഗുണങ്ങളാണ് എനിക്കുണ്ടായെന്നുള്ളത്. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെയാണ്. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇക്കയും ഫിസൊക്കെ കിച്ചണിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ലീവാണെന്ന്, ആർക്കും പരിപാടികളൊന്നുമില്ല, എല്ലാവരും ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും കിച്ചണിലുണ്ടായിരുന്നു. ഭയങ്കര ഹൈ ട്രാഫിക് ആയിരുന്നു. പിന്നെ പലരും സ്റ്റീൽ ബോഡിയൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ കഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ കിച്ചണിലൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അകത്തുള്ള അത്യാവശ്യ പണികളൊക്കെ തീർത്തിട്ട് കിച്ചൺ ക്ലീൻ ആക്കുന്നു. ഞാനിവിടെ തുണി മടക്കുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറം ഭാഗം ക്ലീൻ ചെയ്യലാണ് ഇന്നത്തെ മെയിൻ ഒരു ടാസ്ക്. എനിക്ക് മുറ്റത്തിൻ്റെ ഫുൾ മുറ്റം, അതുപോലെ നമ്മളെ പറമ്പ്, ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. പിന്നെ ഇക്കയും ഫിസും ആ സമയത്ത് ടെറസിൻ്റെ മേൽഭാഗം ക്ലീൻ ചെയ്യുകയാണ്. എന്നിട്ട് അവസാനം എല്ലാം കൂടിയും ഒന്ന് കത്തിച്ച് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കാം. നമ്മൾ ഓരോ ആഴ്ചയിലും നമുക്ക് ലീവുള്ള ദിവസങ്ങളിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു സ്റ്റാർട്ടിങ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പതുക്കെ നോമ്പിൻ്റെയൊക്കെ സമയമാവുമല്ലേ, അപ്പോൾ ഓരോ ഏരിയ ആയിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യണം. നമ്മൾ വീട്ടിലിപ്പോൾ ഡീപ്പ് ക്ലീനിങ് പൊതുവേ കുറച്ച് കുറവാണ്. ഭയങ്കര കച്ചറ ആവലില്ല. നല്ല അലമ്പായാലല്ലേ നമുക്ക് നല്ലോണം ക്ലീൻ ആക്കാനൊരു മോട്ടിവേഷൻ ഉണ്ടാവുക. അപ്പോൾ ഭയങ്കര മെസ്സാവാത്തത് കൊണ്ട് ഡീപ്പ് ക്ലീനിങ് കുറച്ചൊരു കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഇനി മുതൽ എല്ലാ വീക്കിലും എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ കുറേശ്ശെ ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ. അപ്പോൾ നമുക്ക് പുറം ഭാഗമൊക്കെ അടിച്ച് വാരി കൂട്ടിയിട്ട് കത്തിച്ചെടുക്കാം. കരിയിലകളാണ്, പെട്ടെന്ന് കത്തി വരും. പിന്നെ മേലെന്ന് എല്ലാം അടിച്ചു കൂട്ടി, മേലെ അത്യാവശ്യം പൂപ്പ്, ടെറസിൻ്റെ മേലെയാട്ടോ ഉദ്ദേശിച്ചത്, കുറച്ച് പൂപ്പും ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചുറ്റും മരങ്ങളാണ്. അപ്പോൾ കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ഉണങ്ങി കരിഞ്ഞെടുക്കുക. അതെല്ലാം കൂടി ചാക്കിലേക്ക് വാരിയിട്ട് അതും ഇവിടെ നമ്മൾ കത്തിക്കുന്നതിൽ കൊണ്ടുവന്നിട്ടിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചായൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ അത് പറയുകയാണെങ്കിൽ ചായ നിർത്താനുണ്ടായത് എന്താണെന്നറിയോ? എനിക്ക് ചായൻ്റെ അഡിക്ഷനാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു നേരം ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരും. അപ്പോൾ അങ്ങനെ നമുക്കൊരു സംഭവത്തിനോട് ഭയങ്കര അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ലൈഫിനെ ചെറുതായിട്ട് ഇങ്ങനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങൂലേ. അപ്പോൾ ഈവനിങ്ങിലൊരു ചായ കുടിച്ചില്ലെങ്കിൽ അന്ന് തലവേദന, രാവിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ അന്ന് തലവേദന, എണീറ്റ പാടെ ഒരു ഗ്ലാസ് കട്ടൻ കുടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു 1.5 ഗ്ലാസ്സെങ്കിലും നല്ല അത്യാവശ്യം മധുരം, ഓവർ മധുരം ഇടൂല, എന്നാലും അത്യാവശ്യം മധുരമൊക്കെ ഇട്ടൊരു ചായ കുടിക്കും. വൈകുന്നേരം ഒരു ചായ കുടിക്കും. അങ്ങനെ 3 ചായ അല്ലെങ്കിൽ 3.5 ചായ ദിവസം കുടിക്കും. കട്ടനാണ് കേട്ടോ കുടിക്കുന്നത്. പാല് പണ്ടേ പറ്റാത്തതുകൊണ്ട് പാൽ ഒഴിച്ച ചായ അല്ല, നോർമൽ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ തീയിട്ടിട്ട് ഭയങ്കരമായിട്ട് പുകയാൻ തുടങ്ങി. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചകിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കത്തിക്കാം. അപ്പോൾ നമുക്ക് ചായൻ്റെ വിശേഷങ്ങൾ തന്നെ കുറേ ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായ ഇങ്ങനെ കുടിക്കുക. ഒരു നേരം ഈ ചായ കുറച്ച് വൈകിയാൽ പിന്നെ എനിക്ക് തലവേദന വരും, സ്ഥിരം തലവേദന വരും. അങ്ങനെ ഞാൻ ഇതിനെ പറ്റിയൊക്കെ അങ്ങനെ റിസർച്ചൊക്കെ ചെയ്തു. ആ സമയത്തൊക്കെ റിസർച്ച് കുറച്ച് കൂടുതലാട്ടോ. എന്ത് സംഭവിച്ചാലും ഓടിപ്പോയി ഗൂഗിൾ ചെയ്യുന്നു. എന്തെങ്കിലും അസുഖം വന്നാലോ എന്ത് സംഭവിച്ചാലും നമ്മൾ തലവേദന വന്ന് ഓടി ഗൂഗിളിൽ പോയി നോക്കുമ്പോൾ മൈഗ്രെയിൻ എന്ന് കാണിക്കും. അങ്ങനെ അതല്ലെങ്കിൽ തലക്കകത്ത് ട്യൂമർ, അങ്ങനെ എന്തെങ്കിലും ആണല്ലോ കാണിക്കുക. അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി ചായ കുടി കൊണ്ടാണ് ഇങ്ങനെ തലവേദന വരുന്നതെന്നുള്ളത്. അങ്ങനെ ഫസ്റ്റ് ഘട്ടത്തിൽ ഈവനിങ്ങിൽ ചായ ഒഴിവാക്കി, പിന്നെ ഏർലി മോർണിംഗ് ചായ ഒഴിവാക്കി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും വെള്ളം തന്നെ ആക്കി. അപ്പോൾ ഈ സമയത്തൊക്കെ വെള്ളം കുടിക്കാൻ തുടങ്ങി. നോർമൽ നമ്മൾ ടാപ്പ് വാട്ടർ എടുത്തിട്ട് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അഡിക്ഷനൊക്കെ മാറി. എനിക്ക് പിന്നെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നായി. അങ്ങനെ അതിൻ്റെ ശേഷം ചായ കുടിക്കുന്നേ ഇല്ല. എവിടെ പോയാലും ഒന്നും ചായ കുടിക്കില്ല. ഏത് സാഹചര്യം വന്നാലും ചായ കുടിക്കാതെ 5 വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് കണക്കൊന്നും ഞാൻ എഴുതി വെച്ചില്ല. എന്തായാലും ഫിസു കൂട്ടനൊക്കെ ഉണ്ടായതിൻ്റെ ശേഷമാണ്, തറവാട്ടിൽ നിന്നാണ്, ഇവിടേക്ക് വരുന്നതിൻ്റെ കുറേ മുന്നേ ആണ്, എന്നാൽ ഫിസു ഉണ്ടായതിൻ്റെ ശേഷമാണ്. അപ്പോൾ ഒരു 5 വർഷമൊക്കെ ആയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ
അങ്ങനെ ചായ ഒന്നും കുടിക്കലില്ല. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് തൊണ്ടക്കൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു ഉന്മേഷം, ഉഷാറില്ലായ്കയൊക്കെ വരില്ലേ, അപ്പം ഞാൻ ശർക്കര ഇട്ടിട്ട് കാപ്പി ഉണ്ടാക്കി കുടിക്കും. അതും അഡിക്ഷൻ ആയിട്ടൊന്നുമില്ല, എപ്പോഴേലുമൊക്കെ നമുക്കൊരു കൊതി തോന്നുന്ന സമയത്ത് കുടിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതും ഒഴിവാക്കണമെങ്കിൽ എനിക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മളെല്ലാം കൂടി ഒഴിവാക്കിയാൽ പിന്നെ നമുക്കൊരു എന്താ, ഒന്നും നമുക്ക് കുടിക്കാനില്ലാത്തൊരവസ്ഥ വരില്ലേ, വെറും വെള്ളം മാത്രം കുടിക്കേണ്ട ഒരു ഇത് വരില്ല. അതുകൊണ്ട് കാപ്പി ഞാൻ ഒഴിവാക്കിയില്ല, അഡിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ 2, 3, 4, 5, 6 മാസം കൂടുമ്പോൾ ആയാലും എനിക്ക് കുഴപ്പമില്ല ഒരു കാപ്പിയൊന്നും കുടിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നിർത്തിയപ്പോൾ ഉണ്ടായ നിർത്താനുണ്ടായ കാരണങ്ങൾ, നിർത്തിയതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ശേഷം ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഹെഡേക്ക് ഒരുപാട് കുറഞ്ഞു എന്നുള്ളതാണ്. എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ ഹെഡേക്ക് വരലേ ഇല്ല. മുമ്പ് ഞാനെന്ന് പറഞ്ഞാൽ തന്നെ ഒരു തലവേദനൻ്റെ ആളായിരുന്നു. അപ്പോൾ ഈ ചായൻ്റെ സമയം മാറുമ്പോഴാണ് എനിക്കിത് പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇതിൽ നിന്നുണ്ടായ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ തലവേദന എന്ന് പറഞ്ഞ സംഭവമേ മാറിപ്പോയി. അപ്പോൾ നമുക്കൊരു സംഭവത്തിനോട് അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ വരുന്നൊരു തലവേദന ഉണ്ടല്ലോ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. രണ്ടാമത് ചായ നിർത്തിയത് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ 3.5 ഗ്ലാസ് ചായ ഓരോ ദിവസം കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിലൊക്കെ 3.5 സ്പൂണ് ഷുഗറും ഉണ്ടാവുമല്ലോ. ഞാൻ ഓരോ സ്പൂണ് ഷുഗറൊക്കെയാണ് ഓരോ ഗ്ലാസ് ചായയിലിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഷുഗർ അങ്ങോട്ട് കട്ടാവുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ ചേഞ്ചസ് നല്ലോണം വിസിബിൾ ആവാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, സ്കിന്നുണ്ടല്ലോ, നമ്മളെ ഫേസിലുള്ള സ്കിന്നിൻ്റെ കാര്യമൊക്കെ നമുക്ക് നല്ലോണം മനസ്സിലാവും. നമ്മളെ പ്രായത്തിലുള്ള നന്നായിട്ട് ചായ മധുരമൊക്കെ ഇട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, ഒരുപാട് ഷുഗർ എടുക്കുന്ന, അങ്ങനത്തെ ആൾക്കാരുടെ സ്കിന്നുമായിട്ട് നമ്മളെ സ്കിൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഒരു വ്യത്യാസം, നമുക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും മനസ്സിലാവും. അപ്പോൾ സ്കിന്നിന് ഒരു പ്രീമേച്ചർ ഏജിങ് ഒക്കെ തടയാനും ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സ്കിന്നിൻ്റെ ഒരു സാഗിനെസ് കുറയാനും അതൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ, ചെറുപ്പം മുതലേ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ, പ്രായം മുന്നോട്ട് പോകുമ്പോൾ, നമുക്ക് 30സിലോട്ടൊക്കെ പോകുമ്പോൾ അത് ഓർത്ത് അങ്ങനെ ഒരുപാട് വറി ചെയ്യേണ്ടിയൊന്നും വരില്ല. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. സ്കിന്നിനാണ് പിന്നെ ഒരു ഗുണം ഉണ്ടായിട്ടുള്ളത്, അല്ലാതെ വേറെ വലിയ ഗുണങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുപോലെ നമ്മൾക്ക് വെയിറ്റൊക്കെ കുറയ്ക്കുന്ന സമയത്തൊക്കെ ആൾക്കാർക്ക് ഷുഗർ കട്ട് ചെയ്യാൻ ഭയങ്കര പ്രശ്നമുണ്ടാവില്ലേ, ചായ കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കില്ല. നമുക്ക് ഷുഗർ കട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഷുഗർ ഇല്ലാതെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും മുന്നോട്ട് പോകാം, ഷുഗറും ചായയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 ഗുണങ്ങളാണ് ചായ നിർത്തിയപ്പോൾ ഉണ്ടായത് കേട്ടോ. അപ്പോൾ പക്ഷേ ഞാൻ ഇന്ന് എന്തായാലും ഒരു ചായ കുടിച്ചതെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ എണീറ്റപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു ജലദോഷവും വൈറൽ പനിയും അതും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിൽ അതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോൾ തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ടും അതുപോലെ ഒരു ഉന്മേഷമൊക്കെ കിട്ടാൻ ഒരു ചായ കുടിച്ചു നോക്കാം, എന്താവും നോക്കാമല്ലോ വിചാരിച്ചിട്ട് കുടിച്ചതാണ്. പക്ഷേ കുടിക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മളങ്ങനെ എന്താ, ഇത്രയും വർഷമായിട്ട് കുടിക്കാണ്ട് നിൽക്കുമ്പോൾ എനിക്കത് ഭയങ്കര കയ്പ്പ് ഫീൽ ചെയ്യുന്നു, പിന്നെ ഭയങ്കര മധുരമൊക്കെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കുടിച്ചു നോക്കി, പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് കളയാണ് ചെയ്തത്. പിന്നെ മുകളിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ചായൻ്റെ കിസ്സ പറഞ്ഞ് നമ്മൾ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ എത്തിയാണ്. പുറം ഭാഗവും മേലഭാഗവും എല്ലാം ക്ലീൻ ചെയ്ത് അവസാനമാണ് വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പൊടിയൊക്കെ പറക്കുമല്ലോ അത്യാവശ്യം. അപ്പോൾ നമ്മൾ മേലെയൊക്കെ വൃത്തിയാക്കുമ്പം കുറച്ച് പൊടിയൊക്കെ പറക്കും, പിന്നെ നമ്മൾ മേലോട്ടും താഴോട്ടും കയറി ഇറങ്ങിയൊക്കെ ചെയ്യാമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് കുളിക്കുകയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ഫ്ലോറോടി നല്ലോണം ഒന്ന് മോപ്പ് ചെയ്തിട്ട് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഒരു 2-3 മണിക്കൂർ മാറ്റി വെച്ചപ്പോഴേക്ക് നമുക്ക് ഈ ഇത്രയും ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായി. പുറം ഭാഗം മൊത്തം ക്ലീനായി, അതുപോലെ മേലെ ഭാഗം എല്ലാം ക്ലീനായി. പിന്നെ നമ്മൾ റോഡില്ലേ, നമ്മളെ വീട്ടിലേക്കുള്ള ആ ഒരു ഭാഗം റോഡും മൊത്തത്തിൽ അടിച്ചു വാരി അതൊന്ന് കത്തിക്കാനും കൂടിയുണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് കത്തിക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള ഏരിയയൊക്കെ ഫുൾ സെറ്റായി. അപ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണിത്. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് കാണാനുണ്ടാവുമല്ലോ. അപ്പം എല്ലാവർക്കും കാണാൻ മാത്രമേ ഉണ്ടാവും നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി വൈകുന്നേരം ആയപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പഴംപൊരിൻ്റെ മാവ് ഉണ്ടാക്കിയത് മൈദയും പിന്നെ കുറച്ച് ഷുഗറിനെ പറ്റി വാദോരാതെ സംസാരിച്ച് നാവ് ഉള്ളിലേക്ക് ഇട്ടില്ല, അപ്പോഴേക്ക് ഷുഗർ. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഷുഗർ ആക്കണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഡെയിലി എപ്പോഴേലുമൊക്കെ എന്തെങ്കിലും കഴിക്കുന്നതിൻ്റെ പുറമെ ഡെയിലി എല്ലാ ദിവസവും കൃത്യമായ അളവിൽ ഷുഗർ ഇങ്ങനെ കഴിക്കുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ നിർത്തിയത്. അല്ലാതെ കംപ്ലീറ്റ് ഷുഗർ കട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷേ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇതിൽ മൈദയും ഷുഗറും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു പഴംപൊരിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാവരും ചായ കുടിക്കുമ്പോൾ ഞാൻ ഈ കടിയും പിന്നെ എന്താണ് നല്ല പച്ചവെള്ളവും കുടിക്കും. പച്ചവെള്ളം കുടിക്കുമ്പം കിട്ടുന്ന ഒരു രസമൊന്നും ഒരു ചായ കുടിക്കുമ്പോഴും കിട്ടലില്ല.
അപ്പോൾ അടുത്തത് എന്താണ്, ഇതാണ് കുറ്റിച്ചക്ക. ഇത് ഇക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഇക്കൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി ഫേവറേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഫ്രൂട്ടാണിത്. ഭയങ്കര ഇഷ്ടമാണ്. എവിടെ ഉണ്ടെങ്കിലും ചോദിച്ച് വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിക്കുകയാണ്. പക്ഷേ ഇക്കക്ക് മാത്രമായിട്ട് കഴിക്കാനൊന്നും കൊടുക്കില്ല കേട്ടോ, ഞങ്ങൾ കൃത്യമായി വീതിച്ചിട്ടാണ് കഴിക്കൽ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് റോഡിൻ്റെ മേലെ കുറച്ച് കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയായി, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വ്യൂ എടുക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഞാൻ ക്ലീൻ ആക്കിയത്. അപ്പോൾ എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. നമുക്ക് അവധിയില്ലല്ലോ, ഇവർക്കൊക്കെ തന്നെയല്ലേ അവധിയുള്ളൂ, നമുക്ക് അവധിയൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഡേ. അപ്പോൾ നിങ്ങൾ ക്ലീനിങ് കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്ലീനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ലെറ്റ് മീ നോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.